ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേഷനെ കുറിച്ചാണ്. ഇന്ത്യൻ ഗവൺമെന്റിന് യാതൊരു റെഗുലേഷൻ ഇല്ല ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന് മുകളിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ടാക്സ് ഉണ്ട്, TDS ഉണ്ട്, 30% ഫ്ലാറ്റ്. അതാണ് അവരുടെ ടാക്സ്. 10 പൈസക്ക് ഉള്ളിയാണ്. നമ്മൾ വേറെ വഴികളൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. വേറെ വഴികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വേറെ വഴികൾ കണ്ടെത്തി കഴിഞ്ഞു ഇന്നൊക്കെ രക്ഷപ്പെടാൻ. ബേസിക്കലി TDS എന്നൊക്കെ മനസ്സിലായില്ലേ? മീൻസ് റെഗുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഗ്ലോബലാണ് സാധനം. ബേസിക്കലി നമുക്ക് ഗ്ലോബൽ എക്സ്ചേഞ്ചിലേക്കൊക്കെ മാറാം, വേറെ സ്ഥലത്തേക്കൊക്കെ മാറാം, വേറെ ജുറിസ്ഡിക്ഷനിലൊക്കെ. മീൻസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യണ വല്ല എക്സ്ചേഞ്ചുകളൊക്കെ വേറെ രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യണ എക്സ്ചേഞ്ച് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഗവൺമെന്റിന്റെ നിയമത്തിനൊക്കെ വെട്ടിക്കാം. മനസ്സിലായ? പക്ഷേ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ, ഹേർഡിൽസ് ഒക്കെ ഉണ്ട്. വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വേറെ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സുപ്രീം കോടതി പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനോട്. ക്ലിയർ കട്ടായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇല്ല നിൽക്കുന്നത്. മനസ്സിലായ? ഒരു ജസ്റ്റിസ് ഉണ്ട്, ആളുടെ പേര് സൂര്യകാന്ത്. ആള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ എക്കോണമിയിൽ ഈ കറൻസി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിന് ദോഷമായിരിക്കുന്നു. ബേസിക്കലി ആയിരിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി അത് അവിടെ കടന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് അവർക്കൊരു യാതൊരു പിടി ഇല്ല എപ്പോഴാണ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാന്ന്. ഇന്ത്യൻ ഗവൺമെന്റ് സ്ലോ ആണ് ഈ കാര്യത്തിൽ. അപ്പൊ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ലീഗൽ ഓഫീസർ പറയുന്നത്, ആള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസ് എടുക്കും മൈ ലോഡ് എന്ന് വെച്ചിട്ടുള്ളൂ. ഗവൺമെന്റ് അതിന്റെ കറണ്ട് റെഗുലേഷൻ റിവ്യൂ എന്നാണ് പറയുന്നത്. കറണ്ട് റെഗുലേഷൻ റിവ്യൂ ചിന്തയിൽ പ്രശ്നമുണ്ട് കേട്ടോ. പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റീച്ച്, റെഗുലേറ്ററി റീച്ച് അത് എത്ര കണ്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര സംശയമാണ്. മനസ്സിലായ? ഇന്ത്യയിലെ ഭൂരിഭാഗം ആൾക്കാരുടെ ജീവിതം വളരെ മോശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ് ആയിട്ട് നോക്കും മാത്രം. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും അവര്. മനസ്സിലായി? അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ ഹാപ്പി എന്ന് പറഞ്ഞാൽ വ്യത്യാസം വന്നില്ല. ബേസിക്കലി മീൻസ് അവരുടെ ജീവിതം തന്നെ പറയാം. അപ്പൊ എനിക്കറിയില്ല. മനസ്സിലായ? കുറച്ച് ആൾക്കാരെ ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യും. പിന്നെ ഈ ഇപ്പോഴത്തെ പുതിയ യുവജനം, കേരളത്തിലൊക്കെ യുവജനങ്ങള് അധികം വോട്ട് ചെയ്യാനൊന്നും പോണില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അവർ പൊളിറ്റീഷ്യന്മാരെ മടുത്തു. ഈ വയസ്സന്മാര് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മടുത്തു. അവർ കാശ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. പല വഴിയിലും അത്രയുള്ള അവർ ചിന്ത. മനസ്സിലായ? അപ്പൊ May 5 ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. അതിന് പിന്നെ റിപ്പോർട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായി. അതില് കണ്ടും ലോയർ മഹേഷ് ചിദംബരനി അവരുടെ വ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച്. മീൻസ് ഈ വ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച്. ചിദംബരനി പറഞ്ഞു, ബിറ്റ്കോയിൻ ഈസ് ഓൾറെഡി ബീൻ യൂസ്ഡ് വേൾഡ് വൈഡ്. ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന ബിറ്റ്കോയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ചിദംബരനി പറയേണ്ട ആവശ്യം. ചിദംബരനി കുറച്ച് അന്ധവിശ്വാസം കൊണ്ടിട്ട് അത് നമ്മൾ പിന്നീട് പറയും. ചിദംബരനിക്ക് ഒരു അന്ധവിശ്വാസിയാണ്. അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലൊക്കെ നമുക്ക് ഒരു ഷോറൂമിൽ കയറി കഴിഞ്ഞിട്ട് ഒരു ബിറ്റ്കോയിൻ കൊടുത്ത ഒരു കാറ് കിട്ടുന്നു. സത്യമാണ്. ചില ഷോറൂമുകൾക്ക് എല്ലായിടത്തും ഇല്ല. നല്ല മെയിൻ സ്ട്രീം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്യണം ബിറ്റ്കോയിൻ. മീൻസ് അവരുടെ പേയ്മെന്റ് ആയിട്ട്. അപ്പൊ ഇത് എത്ര സത്യമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമല്ല. മീൻസ് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഷോറൂമുകളിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ബിറ്റ്കോയിൻ ഉപയോഗിക്കും, എല്ലായിടത്തും ഉപയോഗിക്കില്ല. പിന്നെ ഈ ലോയർ ചിദംബരനി ലോയർ, അയാളുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിന് ക്രിയേറ്റ് ചെയ്തൊരു ജപ്പാൻകാരനാണ്. അയാളാണ് ശരിക്കും സൂഡോണമസ് ക്രിയേറ്റർ ഓഫ് ബിറ്റ്കോയിൻ, സതോഷി നാക്കമാട്ടോ. കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നാ പറയാം. നന്നായി, തെറ്റിദ്ധാരണകൾ വേണമല്ലോ കുറച്ച്. നമുക്കറിയില്ല, ആള് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. എനിക്കറിയില്ല, ആള് തെറ്റിദ്ധാരണകളെ മാറ്റിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ജസ്റ്റിസ് കണ്ടെന്ന് ഓർമ്മ വരുമ്പോ ഇമാനുവൽ കണ്ടിന്റെ ഓർമ്മ വരും ബേസിക്കലി. പക്ഷെ എന്തായാലും ശരി, നമ്മള് കണ്ടെന്ന് പറയണം കേട്ടിട്ട്. ഈ ആൾക്കാരുടെ പേര് വിറ്റ് 5 മിനിറ്റിന് ജീവനുണ്ടാവുള്ളൂ അവരുടെ പേര് നമ്മുടെ തലയിൽ. ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് കേൾക്കായിരിക്കും, അതിൽ ചിലവരൊക്കെ പെട്ടെന്ന് മരിക്കും തലയിൽ. മീൻസ് അവരുടെ പേര് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഓൾസോ എക്സ്പ്രസ് കൺസേൺ ഓവർ ദ മിസ്യൂസ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ്. എന്നുവെച്ചാൽ ഇത്രയുള്ളൂ. മീൻസ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് ഇല്ലീഗലായിട്ടുള്ള പേയ്മെന്റ്സ് ഒക്കെ നടത്തുന്നതെന്നാണ് പറയുന്നത്. സത്യമാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ മാർജിനലായിക്കൊണ്ടിരിക്കുക മെയിൻ സ്ട്രീം അഡോപ്ഷൻ കാരണം. ഭൂരിഭാഗ ക്രിപ്റ്റോ കറൻസി പേയ്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടി ലീഗലായിരിക്കും ഇങ്ങോട്ടിട്ട്. വളരെ കുറച്ചുണ്ടാവുള്ളൂ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇങ്ങോട്ടിട്ട്. കാരണം വെച്ചാൽ മെയിൻ സ്ട്രീം ആകുമ്പോ അത് ഭയങ്കര ഷ്രിങ്ക് ചെയ്യും ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ പെർസെന്റേജിൽ റിലേറ്റീവ് ടു മെയിൻ സ്ട്രീം അഡോപ്ഷൻ. അത്രയും സിറ്റിസൺസ് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാർജിനലൈസ്ഡ് ആയിരിക്കും. അങ്ങനെ ആൾക്കാർ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ ഇല്ല എന്ന് പറയണം. അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും, ഇല്ല എന്ന് പറയണല്ലേ.
ഈ ജസ്റ്റിസ് കണ്ടു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് കണ്ടിന് കുറച്ച് വിവരക്കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആള് എത്തിയിട്ടില്ല എന്ന് പറയുന്നത്. ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സം ബിറ്റ് കോയിൻസ് ആർ ജെനുവിൻ ബട്ട് സം മൈറ്റ് നോട്ട് ബി, അങ്ങനെയാണ് പറയുന്നത്. എല്ലാ ബിറ്റ് കോയിൻ ഒരുപോലെ അതാണ് ആള് വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ ആള് വിശ്വസിക്കുന്ന കൗണ്ടർ ഫീറ്റ് ബിറ്റ് കോയിൻ സർക്കുലേഷൻ ഉണ്ട്. ഒരിക്കലും ബിറ്റ് കോയിൻ കൗണ്ടർ ഫീറ്റ് വരാൻ ചാൻസ് ഇല്ല, അങ്ങനൊന്നും വരാൻ പറ്റില്ല. മനസ്സിലായത് ഇമ്മ്യൂട്ടബിൾ ആണ്, മനസ്സിലായി, ട്രാൻസ്പാരന്റ് ആണ്. ഒറ്റ ബിറ്റ് കോയിൻ ആയിരിക്കുള്ളൂ. പിന്നെ 2 ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ 2 ബിറ്റ് കോയിൻ തന്നെ, റിപ്ലിക്കേറ്റിംഗ് ചെയ്യാൻ പോണില്ല അത്. മനസ്സിലായോ? അതിന്റെ റൂൾസ് അനുസരിച്ചിട്ടാണ് അത് ഫോളോ ചെയ്യുള്ളൂ. ഈ ജഡ്ജല്ലാതുകൊണ്ട് ഈ ജഡ്ജിന് കുറച്ച് വിവരക്കുറവുണ്ട്. കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ. പിന്നെ ആള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, കുറച്ച് ബിറ്റ് കോയിൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാരണം കൊണ്ട് അത് മോശകരമാവും എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ ഇയാളെ. മീൻസ് ഇയാള് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ മോശകരമാക്കാൻ പറയും, ടൈൻറ്റഡ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ബിറ്റ് കോയിൻ ഒന്നും ആവില്ല. ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ആയിരുന്നു വരും, അവർ പറയില്ല ടൈൻറ്റഡ് ആയി. ബിറ്റ് കോയിൻ സംബന്ധിച്ചൊരു ക്രിപ്റ്റോ കറൻസിയാണ്, അത് എന്ത് പണിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. മീൻസ് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കുക, ഒരു തെറ്റില്ലേ. അതെ, എന്തായാലും ശരി, ഇന്ത്യ ഗവൺമെന്റ് ഒരു കോംപ്രിഹെൻസീവ് ലെജിസ്ലേഷൻ കൊണ്ടുവരണില്ല എന്തിന്, ക്രിപ്റ്റോ കറൻസീസ് ഗവൺ ചെയ്യാൻ. പക്ഷെ നമ്മൾ ഉണ്ടാക്കണ വല്ല പ്രോഫിറ്റിന്റെ മുകളിൽ അവർ ടാക്സ് ചെയ്യും ബേസിക്കലി. പിന്നെ ക്രിപ്റ്റോ ഫേംസിനൊക്കെ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സിനെ അറിയിക്കാം, റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ നിർബന്ധമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ റെഗുലേഷൻ ഇല്ല, ഇതാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ എത്ര കാശ് ഉണ്ടാക്കിയാലും നമ്മൾ വല്ല വാലറ്റിലൊക്കെയാണ് വയ്ക്കും, മീൻസ് കസ്റ്റോഡിയൽ വാലറ്റിൽ, മീൻസ് സെൽഫ് കസ്റ്റോഡിയൽ വാലറ്റ്സിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റില്ല കേട്ടെന്ന്. നമ്മൾ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഷഫിൾ ചെയ്തിട്ടുണ്ടെങ്കിലോ വല്ല പ്രൈവറ്റ് കോയിൻസ് ഒക്കെ ആയിരിക്കും ക്രിപ്റ്റോ കറൻസി ആയിട്ട് പെട്ടെന്നൊന്നും മാറ്റാനൊന്നും പറ്റില്ല, മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അവർക്ക് പവറൊക്കെ ഉണ്ടെന്ന് പറയും, ഉണ്ടാവും, ചിലപ്പോൾ പവർ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പണ്ട് മീൻസ് ഒരു മൊബൈൽ പോയിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ സൈബർ സെക്യൂരിറ്റി ടീമുണ്ട് ഇന്ത്യയുടെ, മറ്റേതില്ലേ സൈബർ സെക്യൂരിറ്റി സൈബർ ക്രൈമൊക്കെ പിടിക്കുന്ന ആൾക്കാർ, അവർക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ട് അവരൊരു മനുഷ്യൻ പോലും നോക്കിയില്ല. പിന്നെ എനിക്കറിയുന്നത് ബാംഗ്ലൂരിൽ ഒരാളുണ്ടായിരുന്നു, അവരൊന്നും ചെയ്തില്ല, അവരൊക്കെ പോയി വാശ പോയി. കുറച്ച് മെയിൻ പാർട്ടി ഉണ്ട്, കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ള ആൾ പറഞ്ഞാൽ മാത്രം അവർ നോക്കുള്ളൂ, അല്ലാത്തവർ നോക്കില്ല. ഒരു കോമൺ കോസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായി നിൽക്കുന്ന ആൾക്ക് പറ്റില്ല, മനസ്സിലായി. ഇൻഡിവിജ്വലായി നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല ചോദ്യം പറയാൻ. മീൻസ് അത് വോയിസ് ആയി പോകും, മനസ്സിലായി. വോയിസ് ആയി പോകുന്ന പറഞ്ഞാൽ വേറെ ആളൊന്നും ഇല്ല ഒരുമിച്ച് കൂടാൻ. അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ആയിട്ട് വരുന്നില്ല, വലിയൊരു ഫോഴ്സ് ആയിട്ട്, മനസ്സിലായി, പ്രയോറിറ്റൈസ് ചെയ്യാം. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് അവർ നോക്കില്ല. എത്ര സൈബർ ക്രൈംസ് നടക്കണ്ട അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു എല്ലാതും അവര് നോക്കണ്ടെന്നൊക്കെ, തിരിഞ്ഞു നോക്കണം കൂടിയില്ല, അതെനിക്ക് മനസ്സിലായി. കുറെ ആക്കളൊക്കെ ഉണ്ട്, അവര് എന്നെ വിളിക്കുക. എനിക്ക് കുറെ പേരെ അറിയാം, അവര് കുറച്ച് സാധനം പോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കണത് എന്നെ. മീൻസ് അവര് കംപ്ലൈന്റ് കൊടുത്തു, പിന്നെ പോലീസിനെ കംപ്ലൈന്റ്, അവരൊന്നും നോക്കണം കൂടിയില്ല. മീൻസ് അവർ പറയും റിപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയും, പക്ഷെ പിന്നീട് നമുക്ക് അറിയാൻ കൂടിയില്ല. പക്ഷെ വലിയൊരാള് പറയുകയാണെങ്കിലോ അയാളുടെ വലിയ ഇത്ര അസറ്റ് പോയിന്നാ, അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മീൻസ് അയാൾക്ക് വല്ല സൈബർ അറ്റാക്ക് വന്നു കാരണം ചിലപ്പോൾ ന്യൂസിൽ വരും, അല്ലെങ്കിൽ ആൾക്കാർ ഇതെടുക്കും, സീരിയസ് ആയിട്ട് എടുക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും നന്നായിട്ട്. അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് ആ കാര്യം. വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു ലെവലിൽ നിൽക്കണം, ഒരു പൊസിഷനിൽ നിൽക്കണ കാരണം അയാളുടെ വോയിസ് ഹിയർ ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്, മനസ്സിലായോ. നമ്മുടെ വോയിസ് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല ആൾക്കാർ. അത് ഞാൻ പറഞ്ഞേ, വലിയ തുകയൊക്കെ വരുമ്പോൾ ആൾക്കാർ ചിന്തിക്കൂട്ട, ഉറപ്പാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കണം, എങ്ങനെയൊക്കെയാണ് മാറ്റണം എന്നൊക്കെ, അത് നമ്മൾ ചിന്തിക്കണ്ടേ. പിന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശ് പോയിട്ടുണ്ടെങ്കിൽ കാശ് തിരിച്ചു തരില്ല കേട്ടോ, കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെടുത്തോണ്ട് പോകും. ഈ എടുത്തുകൊണ്ട് പോയ കാശ് അത്ര കണ്ട് ജനങ്ങൾക്ക് ഗുണകരമാകണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിന് നല്ലൊരു സിസ്റ്റം കൊണ്ടുവരുന്നത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ സിസ്റ്റം കൊണ്ടുവരുന്ന ഞാൻ പറയത്തില്ല, അതിന്റെ ഒരു മോഡൽ തന്നെ വേണം, എന്നാൽ മാത്രം കാര്യമുള്ളൂ. എനിവേസ്, പക്ഷെ ഞാനൊരു മോഡൽ കൊണ്ടുവന്ന് നോക്കി, എക്കണോമിക് മോഡൽ കൊണ്ടുവന്നാൽ തന്നെ അതൊന്നും ഒരു ഗവൺമെന്റ് എടുക്കാൻ പോണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എൻട്രൻസ്, അവരുടെ നിലവിലുള്ള പവേഴ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട്, മീൻസ് അവർ സിസ്റ്റം, കറപ്ഷൻ എല്ലാം കൊണ്ടും എല്ലാ പരിപാടികളും മീൻസ് ഇൻട്രസ്റ്റുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അവര് നോക്കും, അത് ഉറപ്പാണ്. ഒരു മൈൻഡ് ഇല്ല, മനസ്സിലായോ. അത്രേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ. ഞാൻ അടുത്ത വീഡിയോ വരുന്നത്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.